സോ അടുത്ത ഹെഡിങ് വെലോസിറ്റി ടൈം കർവ്. വെലോസിറ്റി ടൈം കർവ് അത് എങ്ങനെയാണെന്നുള്ള പറഞ്ഞു തരാം. അതിന് മുമ്പേ നമുക്ക് എന്താണ് വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതാണ് ഈ കാണിച്ചു തരുന്നത്. ഡി എസ് ബൈ ഡി ടി. ചെറിയൊരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഡി എസ് ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെക്ഷൻ ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റും. ടൈം എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ ദ സെക്ഷൻ പാർട്ടിക്കിൾ ടു ട്രാവൽ ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. സോ വി ഈസ് ഇക്വൽ ടു ഡി എസ് ബൈ ഡി ടി. അതിൽ നിന്ന് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഇൻറ്റു ഡി ടി, വെലോസിറ്റി ഇൻറ്റു ഡി ടി. രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് ഡി എസ് ഇസിക്കൽ ഇൻ്റഗ്രേഷൻ ഓഫ് വി ഡി ടി എന്ന് വരും. സോ ഇൻ്റഗ്രേഷൻ ഓഫ് ഡി എസ് എന്ന് പറഞ്ഞാൽ എസ് ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈസിക്കൽ ടു വി ഇൻറ്റു അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈസിക്കൽ ടു ഇൻ്റഗ്രൽ വി ഇൻറ്റു ഡി ടി. ഇൻ്റഗ്രൽ വി ഇൻറ്റു ഡി ടിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഏരിയ അണ്ടർ ദി ഗ്രാഫ് വെലോസിറ്റി ടൈം എന്ന് അറിയാം. ഏരിയ ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് എഴുതാം. അതാണ് വെലോസിറ്റിയും ഉണ്ട് ടൈമും ഉണ്ട്. സോ ഇൻ്റഗ്രൽ വന്നുകൊണ്ട് ഏരിയയും കൂടെ വന്നു. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസിക്കൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഏരിയ ഓഫ് ദി, ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ആൻഡ് ഏരിയ ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. അതാണ് കാണുന്നത്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയും ടൈമും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ബൈ ടൈം അല്ലെങ്കിൽ ഡി വി ബൈ ഡി ടി. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ. സോ സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് യു ദി ആക്സലറേഷൻ. എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. ഇനി നമ്മളൊരു ചെറിയൊരു ഡയഗ്രാം വെച്ച് പഠിക്കാൻ പോകണം, ഗ്രാഫ് വെച്ചിട്ട് പഠിക്കാൻ പോകണം. സോ വെലോസിറ്റി ടൈം ഗ്രാഫിൽ വെലോസിറ്റി നമ്മൾ വൈ ഡയറക്ഷനിലും എഴുതും, അതായത് ഓർഡിനേറ്റിലും എക്സ് ഡയറക്ഷനിൽ ടിയിലും, ആപ്സിസയിൽ ടിയും അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ടൈമും മാർക്ക് ചെയ്യും, വെലോസിറ്റി വൈ ഡയറക്ഷനിലും മാർക്ക് ചെയ്തു. സോ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി യൂണിഫോം ആവണമെന്ന് വിചാരിക്കുക. വെലോസിറ്റി യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ടിക്കിള് 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്യാൻ എടുത്ത ഡിസ്റ്റൻസ് 2 മീറ്റർ പെർ സെക്കൻഡ്. ആ പാർട്ടിക്കിൾ 4 സെക്കൻഡ്സിൽ ട്രാവൽ ചെയ്യാൻ എടുത്ത വെലോസിറ്റിയും 2 മീറ്റർ പെർ സെക്കൻഡ്. ആ പാർട്ടിക്കിൾ 6 സെക്കൻഡ്സ് ട്രാവൽ ചെയ്യാൻ എടുത്ത വെലോസിറ്റിയും 2 മീറ്റർ പെർ സെക്കൻഡ്. അതായത് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി സെയിം ആണ്, കോൺസ്റ്റൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പാർട്ടിക്കിൾ ഇവിടെ ആയിരുന്നു, ഈ പോയിന്റിലായിരുന്നപ്പോൾ ടൈം എന്ന് പറയുന്നത് 0 സെക്കൻഡ്സ് ആയിരുന്നു. അപ്പോൾ എടുത്ത വെലോസിറ്റി എത്ര? 0 സെക്കൻഡ്സിൽ എടുത്ത വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയാണെന്ന് വെച്ചോ. ഇതാണ് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചോ. പാർട്ടിക്കിൾ ഇവിടെ എത്തിയപ്പോഴും എത്ര തന്നെയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് വെലോസിറ്റി. പാർട്ടിക്കിളിൻ്റെ ടൈം ഇവിടെ എത്തിയപ്പോഴും 2 മീറ്റർ പെർ, അതായത് ടൈം കൂടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വി ഈസിക്കൽ ടു യു പ്ലസ് 80 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നോക്കുക. ഇത് ഇനിഷ്യൽ വെലോസിറ്റി, ഇത് ഫൈനൽ വെലോസിറ്റി. സോ വി എന്ന് പറയുന്നതാണ് ഫൈനൽ വെലോസിറ്റി, ഈ അവസാനം വന്ന വെലോസിറ്റി. ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ യു. ഓക്കെ, സോ ഇതിൽ നോക്കുമ്പോൾ ടൈം സെയിം ആണ്. യു എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? യു എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. യു കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഇതിന് ആക്സലറേഷൻ ഉണ്ട്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ബൈ ടൈം. അതിൽ വെലോസിറ്റി എപ്പോഴും സെയിം ആണ്. വെലോസിറ്റി എപ്പോഴും സെയിം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ആക്സലറേഷൻ ഇല്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 4 സെക്കൻഡ്സ് ആയെന്ന് വെച്ചോ. 4 സെക്കൻഡ്സ് ആയപ്പോഴും എത്രയാണ് ആക്സലറേഷൻ? എത്രയാണ്? ഇത് തന്നെയാണ്. സോ ആക്സലറേഷൻ ഈക്വൽ ടു വെലോസിറ്റി. വെലോസിറ്റിയും 4 ആണെന്ന് വയ്ക്കുക. സോ ആക്സലറേഷൻ ഇത്രയും 4 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വയ്ക്കുക. സോ ആക്സലറേഷൻ ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 4 1. ഇനി കുറച്ചുകൂടെ സമയം പോയി, അപ്പോഴും ആക്സലറേഷൻ എന്താണ്? വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം. അതാണ് ആക്സലറേഷൻ. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ ടൈം കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഇനിഷ്യൽ വെലോസിറ്റിയോ 4 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. സോ 4 മൈനസ് 4 0. സോ ആക്സലറേഷൻ 0 ആയിരിക്കും. വെലോസിറ്റി യൂണിഫോം, വെലോസിറ്റി സെയിം ആണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ വിൽ ബി ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ്? ആക്സലറേഷൻ 0 ആവും. ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിയും സെയിം തന്നെ ആയിരിക്കും. കാരണം ഇവിടുത്തെ വെലോസിറ്റിയാണ് ഇനിഷ്യൽ, ഇവിടത്തെയാണ് ഫൈനൽ. ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി യു തന്നെയാണ്, ഫൈനൽ വെലോസിറ്റി യു തന്നെയാണ്. സോ ആക്സലറേഷൻ ചെയ്യാൻ നേരത്ത് അവിടെ ഒന്നുമില്ല, വെലോസിറ്റി 0 ആണ് ആവുന്നത്. അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം എടുക്കുമ്പോൾ 0 വരും. അതാണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. കാരണം ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി സെയിം ആണ്. സോ അവിടെ ആക്സലറേഷൻ ഇല്ല. ആക്സലറേഷൻ ഇല്ലാത്തപ്പോൾ എന്ത് കിട്ടും? ഫൈനൽ വെലോസിറ്റി വി ഈസിക്വൽ ടു യു എന്ന് കിട്ടും. സോ വി ഈസിക്വൽ ടു യു. സോ ഇത്രയും ഡിസ്റ്റൻസ് വി വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ യു തന്നെയാണ്. ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി എല്ലാം യു തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് യു ആണ് ഇൻറ്റു ഈ ഒരു ടൈം. ഈ ഇത് മുതൽ ഇതുവരെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടി ആണ്.
ഇത് മുതൽ ഇതുവരെയുള്ള യു ആണ്. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ യു ഇൻറ്റു ടി. സോ അതിൻ്റെ ഡിസ്റ്റൻസ് എസ് ഈസിക്കൽ ടു യു ഇൻറ്റു ടി എന്ന് വരും. അല്ലാതെ തന്നെ എസ് കണ്ടുപിടിക്കാം. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ എ ആക്സലേഷൻ ഇല്ലാത്തതാണ് 0 ഇട്ട് കൊടുത്താൽ എസ് ഈസിക്കൽ ടു യു ടി എന്ന് വരും. അത് വെലോസിറ്റി യൂണിഫോം ആവുന്ന കേസ്. ഇനി അടുത്തെന്താണ് പറയുന്നത്? വെൻ ദ വെലോസിറ്റി ഇൻക്രീസസ് ലീനിയർലി ഫ്രം ആൻ ഇനിഷ്യൽ വെലോസിറ്റി യു. ഈ യുയിൽ നിന്ന് പിന്നെ കൂടും. സോ ഇനിഷ്യൽ വെലോസിറ്റി യു തന്നെയാണ്. സോ ഇവിടെ നിന്ന് തന്നെ ഗ്രാഫ് തുടങ്ങാം. സോ കുറച്ച് സെക്കൻഡ്സ് ട്രാവൽ ചെയ്യുമ്പോൾ വെലോസിറ്റി എന്താ? യു പ്ലസ് ഡി യു ആവും. കുറച്ചുകൂടെ സെക്കൻഡ്സ് ട്രാവൽ ചെയ്യുമ്പോൾ വെലോസിറ്റി എത്രയാണ്? യു പ്ലസ് ഡി യു പ്ലസ് ഡി യു. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ലീനിയർലി ആയിട്ട് കൂടും. സോ എങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്? ഇങ്ങനെ ലീനിയർലി ആയിട്ടായിട്ടും ഗ്രാഫ് ആണ്, ഒരു ട്രയാങ്കുലർ ഷേപ്പ് ഗ്രാഫ് ആയിരിക്കും. സോ ഇങ്ങനെയായിരിക്കും വെലോസിറ്റി കൂടുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അങ്ങനെ ഒന്നും കണ്ടുപിടിക്കുമ്പോൾ വീണ്ടും ഈ ഇക്വേഷൻ എടുക്കുക. ഫൈനൽ വെലോസിറ്റി ഈക്വൽ ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സലറേഷൻ ഇൻറ്റു ടൈം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? യു ആണ് അല്ലേ? യു എന്നാണ് തുടങ്ങുന്നത്. സോ ഇനിഷ്യൽ വെലോസിറ്റി യു. ഇതെവിടെയാണ്? ഇതെന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇനിഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രാഫിൽ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. സോ ഈ 0യിൽ നിന്ന് ഇങ്ങനെ 0, 1, 2, 3, 4, ചിലപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. സോ ആക്സലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഒന്നുമില്ലാത്ത ഒരു വെലോസിറ്റി, അതായത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി തുടങ്ങാൻ പോകണേ ഉള്ളൂ. സോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അത് 0 ആണ്. പിന്നെ കൂടി പോകും. സോ യുവിന് 0 ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ വി എന്ന് പറഞ്ഞാൽ എന്താവും? 80 ആവും. വി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് 80. നേരത്തെ കേസിൽ വി എത്രയായിരുന്നു? യു ആയിരുന്നു. ഇതാ ഇത്രയും. ഇപ്പോൾ എത്രയായി? വെലോസിറ്റി ടൈം ഗ്രാഫിൽ വി എന്ന് പറഞ്ഞാൽ 80 ആയി. 80 എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റി. ഈ കേസിൽ വി എന്ന് പറയുന്നത് 80 ആയി. സോ അതാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിനി ഏരിയ കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഫുൾ ഏരിയയാണ് ലീനിയർ ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. സോ ഇതിനെ A1 എന്ന് എടുക്കാം. ഈ ഒരു റെക്ടാങ്കിളിൻ്റെ A1 എന്നും ഈ ഒരു ട്രയാങ്കിളിൻ്റെ A2 എന്ന് എടുക്കാം. സോ A1ൻ്റെ മൊത്തത്തിലുള്ള ഏരിയ A=A1 പ്ലസ് A2. A1 നമുക്കറിയാം എത്രയാണ്? ഈ ടി ഇൻറ്റു ഈ യു. അത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു. പ്ലസ് അടുത്ത് ഈ ട്രയാങ്കിളിൻ്റെ എത്രയാണ്? ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബേസ് ഇൻറ്റു ബേസ് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഹാഫ് ഇൻറ്റു ബേസ് വിഡ്ത്ത് എത്ര? ടി ഇൻറ്റു ഹൈറ്റ് 80. അതാണ് 80. സോ എന്ത് കിട്ടും? A= യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിൻ്റെ ഏരിയ കണ്ടത് ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നതാണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. സോ S= യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതാണ് A1 പ്ലസ് A2. ഈ ഏരിയ തന്നെയാണ് എസ്. സോ ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ. സോ ഈ ഒരു കൺസെപ്റ്റ് പഠിക്കുക.